കാത്തിരുന്ന് ഇതാ മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, LJP പടമായതുകൊണ്ട് തന്നെ മൈൻഡിനെ വളരെ ബ്ലാങ്ക് ആക്കി വെച്ചാണ് ട്രെയിലർ കാണാൻ ആരംഭിച്ചത്. ശരിക്കും തൃപ്തിപ്പെടുത്തുന്ന പ്രതീക്ഷകൾ നൽകുന്ന ഒരു LJP സംഭവം തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന സൂചന ട്രെയിലർ നമുക്ക് നൽകുന്നുണ്ട്. ട്രെയിലർ കണ്ട ആദ്യ കാഴ്ചയിൽ മനസ്സിൽ വന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ ഒരു ഹെവി ക്രിയേറ്റീവ് സംവിധായകൻ ആയതുകൊണ്ട് തന്നെ തികച്ചും പുതുമയാർന്ന ഒരു മേക്കിംഗ് തന്നെയാവും, ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും വാലിബൻ നൽകുക എന്ന ഉറപ്പും ട്രെയിലർ നൽകുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രധാന അണിയറ പ്രവർത്തകർ പ്രതികരിച്ചതുപോലെ പ്രണയവും പ്രതികാരവും ചതിയും സ്നേഹവും നഷ്ടവും വിജയവും ആവേശവും ആക്ഷനും എല്ലാം നിറഞ്ഞ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. ഒരുപക്ഷെ ചിത്രത്തിന്റെ കഥാഗതിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചതുപോലെ ഇന്ത്യയിൽ എവിടെയോ നടന്ന ഏതോ ഒരു കാലത്ത് നടക്കുന്ന സമയവും കാലവും ദേശവും ഒന്നുമില്ലാത്ത ഒരു നേരത്തെ കഥയായിരിക്കാം ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം. ഏതോ ഒരു ഗ്രാമത്തിൽ ഗുസ്തിക്കാരെ, ആ ഗുസ്തി വീരന്മാരെ തമ്മിലടുപ്പിച്ച് വിനോദം കണ്ടെത്തുകയും അടിമകളാക്കി ആനന്ദിക്കുകയും ചെയ്ത ഒരുപറ്റം ബ്രിട്ടീഷുകാർക്കെതിരെയും ഗ്രാമത്തിന്റെ അടിമത്തത്തിനെതിരെയും നാട്ടുരാജാക്കന്മാരുടെ പീഡനങ്ങൾക്കെതിരെയും പടപൊരുതുന്ന ഒരു ഒറ്റയാൾ പോരാളി, അല്ലെങ്കിൽ ഒരു യുദ്ധവീരൻ. ആ യുദ്ധവീരനായിരിക്കാം മലൈക്കോട്ടെ വാലിബൻ. ഒരുപക്ഷെ ആ ബ്രിട്ടീഷ് കോട്ടയിൽ മരിച്ചുപോയ വീരന്മാരെ ആയിരിക്കാം ട്രെയിലറിനിടയിൽ സിംബോളിക്കായി ഒരു ട്രാൻസ്പെറന്റ് ഇഫക്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുന്ന നാട്ടുരാജകന്മാരും ഗുസ്തി വീരന്മാരും വാലിബനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളാവും ഇടയ്ക്ക് കാണിച്ചിരിക്കുന്ന ഹരിപ്രശാന്തിന്റെയും മറ്റൊരു രാജാവ് ലുക്കുള്ള കഥാപാത്രത്തിന്റെയും രംഗങ്ങൾ. ഇതിനിടയിൽ ഗ്രാമത്തിലെ ആട്ടിടയനും നൃത്തക്കാരിയും തമ്മിലുള്ള പ്രണയവും, അതിനിടയിൽ ഗ്രാമത്തിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളും, അതിലെല്ലാം വാലിബൻ എങ്ങനെയാണ് ഭാഗഭാക്കാകുന്നത് എന്നൊക്കെയുള്ള കാഴ്ചയായിരിക്കാം മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം പറയാൻ പോകുന്നത്. വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. അതേസമയം ട്രെയിലർ കാണുമ്പോൾ തോന്നിയ മറ്റൊരു കാര്യം, മോഹൻലാലിന്റെ കഥാപാത്രം. അതാണല്ലോ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു മെഗാ മാസ് എക്സ്പീരിയൻസ്. ആ ഒരു കഥാപാത്രം ഒരേ സമയം മാസ് ആക്ഷൻ നിറഞ്ഞ ഒരു യുദ്ധവീരനാണെങ്കിലും അതേസമയം നിരവധി നിഗൂഢതകൾ നിറഞ്ഞ, നിരവധി ലെയറുകൾ കാണിക്കുന്ന, ഒരുപക്ഷെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ മാജിക്കൽ റിയലിസം എല്ലാം നിറഞ്ഞ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കാം. ട്രെയിലറിൽ ലാലേട്ടനെ ആദ്യം കാണിക്കുന്ന രംഗം രണ്ട് വലിയ തൂണുകളിൽ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നതായിട്ടാണ്. ഒരുപക്ഷെ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന യുദ്ധവീരനായ സാംസണിന്റെ കഥയുടെ ഒരു റെഫറൻസ് ഇതിലെ വാലിബന് കൊടുത്തിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാണാൻ പോകുന്നത് എന്തായാലും നിരവധി തരങ്ങളുള്ള ഒരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണെന്ന് ഉറപ്പിക്കാം. ട്രെയിലർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ചുവപ്പും മഞ്ഞയും ബ്രൗണും, ഈ മൂന്ന് കളറുകളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ചുവപ്പ് വിപ്ലവവും യുദ്ധം, നാശം, അങ്ങനെ നിരവധി തലങ്ങളിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ ബ്രൗൺ എന്നത് മണ്ണും മനുഷ്യനും ജീവിതവും ഒക്കെ ആയിരിക്കാം. മഞ്ഞ എന്ന കളർ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും സന്തോഷവും സൗഹൃദവും ഒക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. LJP ചിത്രമായതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഇതിലപ്പുറം ചിന്തിക്കേണ്ടി വരും. എന്തായാലും LJPയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തകർപ്പൻ മേക്കിംഗ് തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബനെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് മധു നീലകണ്ഠൻ എന്ന ഛായാഗ്രാഹകൻ. അദ്ദേഹത്തിന്റെ കിഡിലൻ ഫ്രെയിംസ് ആണ് ട്രെയിലറിൽ ആവോളം നമ്മൾ കണ്ടിരിക്കുന്നത്. ഓരോ ഫ്രെയിമും പക്ക ലോക്കാക്കി ആ ഫ്രെയിം നിറച്ച്, ആ ഫ്രെയിം കംപ്ലീറ്റ്ലി ഒരു കാഴ്ച അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ വളരെ മികച്ച ഒരു അനുഭവം തന്നെ ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഒപ്പം പ്രശാന്ത് പിള്ളയുടെ കിഡിലൻ പശ്ചാത്തല സംഗീതവും കൂടി ചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മികച്ച തിയേറ്റർ അനുഭവം തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ നമുക്ക് നൽകാൻ പോകുന്നത്. മലൈക്കോട്ടെ വാലിബൻ ഒരേ സമയം 2 ഭാഗങ്ങളിലായിട്ടാണ് റിലീസിന് ഒരുങ്ങുന്നത് എന്ന രീതിയിൽ ഒരു അനൌദ്യോഗികമായിട്ടുള്ള വാർത്ത സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനോടൊന്നും ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ ടീമിലെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും നിരവധി സസ്പെൻസുകൾ സിനിമയിൽ ഇനിയും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് സംവിധായകൻ LJP പ്രതികരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യങ്ങളും തള്ളിക്കളയാനും ആവില്ല. എന്തായാലും കാത്തിരിക്കാം ജനുവരി 25-നായി മലൈക്കോട്ടെ വാലിബന്റെ മഹാവരവിനായി. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻസിനും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.